എന്നോട് ക്ഷമിക്കണം. ഇനി ഞാനിത് ആവർത്തിക്കില്ല. ആന്റിയെയും സുധിയെയും കാണാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കണം. നിങ്ങളല്ലാതെ എനിക്ക് വേറെ ആരുമില്ല. ഞാൻ വീട്ടിലേക്ക് വന്നോട്ടെ ആന്റി. ആന്റിക്ക് എന്നെ മരുമകളായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട, ഒരു വേലക്കാരിയായിട്ട് കണ്ടാൽ മാത്രം മതി. ഞാൻ അവിടെ വന്ന് നിന്നോട്ടെ ആന്റി. ഇന്ന് ആന്റിയുടെ ജന്മദിനമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്, ആന്റി സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കട്ടെ. ആന്റിയുടെ ആ സന്തോഷത്തിൽ എനിക്കൊരു ചെറിയ സ്ഥാനം കിട്ടിയ അതായിരിക്കും എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. എനിക്കറിയാം ആന്റിക്ക് എന്നോട് ഉള്ളിന്റെ ഉള്ളിൽ ഇഷ്ടമാണെന്ന്. അതുകൊണ്ട് തന്നെ എന്നെ ആന്റി തിരിച്ച് വീട്ടിലേക്ക് വിളിക്കുമെന്നുള്ള പ്രതീക്ഷയില്ല ഞാൻ കാത്തിരിക്കുകയാണ് ആന്റി. ആന്റി എന്നെ ഉപേക്ഷിക്കല്ലേ. ഞാൻ നിർത്തുക. ഹാപ്പി ബർത്ത്ഡേ ആന്റി എന്ന് സ്നേഹത്തോടെ നിങ്ങളുടെ മരുമകൾ, അല്ല മകൾ ശ്രുതി. എന്തത്? അവളുടെ ഒരു കത്ത്. ഇപ്പൊ നിങ്ങക്ക് സമാധാനമായല്ലോ. അത് വാങ്ങിക്കില്ല എന്ന് ഞാൻ പറഞ്ഞതാ. നിങ്ങൾ നിർബന്ധിച്ചിട്ടാ ഞാൻ വാങ്ങിയത്. അല്ല, ശ്രുതിയുടെ എന്തിനാ ഇപ്പൊ ഇത് കൊടുത്തു വിട്ടത്? സ്വർണവും പണമൊക്കെ കണ്ടാലേ അമ്മയുടെ മനസ്സ് മാറുമെന്ന് പാർലടുത്തേക്ക് അറിയാം. അമ്മയുടെ മനസ്സ് മാറ്റി ഇവിടെ കേറിപ്പറ്റാൻ വേണ്ടിയാ ഈ സ്വർണ്ണമാലയും ലെറ്ററും ഒക്കെ കൊടുത്തു വിട്ടത്. അതെ, അവളുടെ സ്വപ്നം മാത്രം. അവളുടെ കാര്യത്തിൽ എന്റെ മനസ്സ് മാറിയേയില്ല. ഈ ജന്മം ഞാൻ അവളെ വീട്ടിൽ കയറ്റില്ല. എന്റെ മോനിനി അവളെ വേണ്ട. വേണ്ടേ? നീ ആ മാല ഇങ്ങെടുക്ക. മാല എടുക്കിങ്ങോട്ട്. നാളെ തന്നെ നീ ഈ മാല മേരെ ഏൽപ്പിക്കണം. ഇത് കൊടുത്തുവിട്ട കള്ളിക്ക് തന്നെ തിരിച്ചു കൊടുക്കാൻ പറയണം. അവളുടെ ഒരു ഗിഫ്റ്റ്. അമ്മേ, ഇത് തിരിച്ചു കൊടുക്കണോ അമ്മേ? ദേ, നല്ലൊരു ദിവസമാ, അതുകൊണ്ട് നിന്നെ ഞാൻ തല്ലുന്നില്ല. ഇത് തിരിച്ചു കൊടുത്തിരിക്കണം. അവളുടേതായി ഒന്നും നമുക്ക് വേണ്ട. ഇന്നത്തെ എന്റെ നല്ലൊരു ദിവസം അവള് കളഞ്ഞു. ഞാൻ പോവാ. അയ്യോ അമ്മ. ചന്ദ്രേ, ഈ മീര എന്താ വരാത്തത്? ഇനി എന്നോടുള്ള ദേഷ്യത്തിന് അവളെ അവരെന്തെങ്കിലും ചെയ്തു കാണൂ? നീ വന്നല്ലോ. ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കായിരുന്നു. നിനക്കെന്തിനാ ടെൻഷൻ? എനിക്കല്ലേ, ഞാനല്ലേ ടെൻഷൻ അടിക്കേണ്ടത്. അതെ, ആന്റി ഗിഫ്റ്റ് വാങ്ങിച്ചല്ലോ അല്ലേ? ആദ്യം വേണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു, പിന്നെ അങ്കിളൊക്കെ വാങ്ങിക്കെന്ന് പറഞ്ഞപ്പോ വാങ്ങിച്ചു. അതെ, അത് ആന്റി ആദ്യം ഒന്ന് വെയിറ്റ് ഇട്ടതാ. മനസ്സിൽ വാങ്ങിക്കണമെന്നുണ്ടാവും. പിന്നെ എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷം? നീ പറ. പിന്നെ സുധിയനെ കുറിച്ച് ചോദിച്ചായിരുന്നോ?
എവിടെ? അവരെല്ലാവരും വലിയ സന്തോഷത്തിലാ. നീ അവിടെ ഇല്ലാത്തതിന്റെ വിഷമം അവിടെ ഒരാളിൽ പോലും കണ്ടില്ല. അത് തന്നെ അവിടുത്തെ വിശേഷം. പുറത്തുനിന്ന് വേറെ ആരും ഉണ്ടായിരുന്നില്ല, അവര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിന്റെ ഒരു കുറവ് ഫീൽ ചെയ്തിരുന്നു അവിടെ. വിഷമായോ നിനക്ക്? ആ എന്തായാലും ആന്റി ഗിഫ്റ്റ് വാങ്ങിച്ചല്ലോ. ഗിഫ്റ്റ് ആന്റിക്ക് എന്തായാലും ഇഷ്ടമായി കാണും. അത് റോൾഡ് ഗോൾഡ് ആണെന്നൊന്നും തിരിച്ചറിഞ്ഞിട്ടൊന്നുമില്ല. തിരിച്ചറിഞ്ഞെങ്കിലേ എന്നെ വിളിച്ച് ചീത്ത പറയുമായിരുന്നല്ലോ. ലെറ്റർ വായിക്കുമ്പോ ആന്റിയുടെ കണ്ണ് നിറയും, ആ മനസ്സലിയുകയും ചെയ്യും. അവരെന്നെ വീട്ടിലേക്ക് വിളിക്കുകയും ചെയ്യും. എന്നെ വന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ വരും. എനിക്കും അങ്ങനെയാ തോന്നുന്നേ. നല്ലത് സംഭവിക്കട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലത് തന്നെ സംഭവിക്കും. സദാനന്ദ സാറോ, ഈ ഡീലർമാരെ കൊണ്ട് തോറ്റല്ലോ. ആകെ ഒരു 1.5 ലക്ഷം ഉലുവ കൊടുക്കാനുള്ളത്. അതിനും ഇന്ന് മാത്രം ഒരു 10 തവണയെങ്കിലും വിളിച്ചിട്ടുണ്ടാവും. വലിയ ബിസിനസ്സുകാരാണ് പോലും. ഇങ്ങനെ കിടന്ന് വിളിക്കാൻ നാണമില്ലല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? കുറെ അവധി പറഞ്ഞു, ഇനി ഒന്നും പറയാൻ പറ്റില്ല. ഈശ്വര, നാളെ രാവിലെ കാശ് അയച്ചില്ലെങ്കിൽ അദ്ദേഹം നേരെ കടയിലെത്തും. ഞാൻ എന്ത് ചെയ്യും ഈശ്വര? ഈ സമയത്ത് ശ്രുതി എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾ എവിടെന്നെങ്കിലും കാശ് സംഘടിപ്പിച്ച് തരുമായിരുന്നു. ഞാൻ പോയി ഇതാരോട് ചോദിക്കാൻ? ചോദിച്ചാൽ തന്നെ എന്റെ അവസ്ഥ ആര് മനസ്സിലാക്കും? എന്നെ വിശ്വസിച്ച് ആര് ക്യാഷ് തരും? ചെയിൻ ബാങ്കിൽ പണയം വെച്ച് അവിടെ നിന്ന് 1.5 ലക്ഷം രൂപ വാങ്ങിച്ചാലോ? എന്നിട്ട് അമ്മയോട് ശ്രുതിക്ക് കൊടുക്കാനായിട്ട് മീരെ ഏൽപ്പിച്ചു എന്ന് പറയാം. അമ്മ അവരെ രണ്ടുപേരെയും വിളിച്ച് ചോദിക്കാനൊന്നും പോകുന്നില്ലല്ലോ. ഈ ദൈവത്തിന് സുധിയോട് എന്തോ ഒരു പ്രത്യേക കരുണയുണ്ട്. അതുകൊണ്ടാണല്ലോ സുധിയെ ഇങ്ങനെ കയ്യും കണക്കും ഇല്ലാതെ സഹായിക്കുന്നേ. അയ്യോ, സ്വർണത്തിൽ മുത്തമിട്ട ഇത് പണയം വച്ച 1.5 ലക്ഷത്തിൽ കൂടുതൽ കിട്ടുന്ന തോന്നേ. എന്തായാലും വയ്ക്കുന്നുണ്ട്, കിട്ടുന്നത്ര വാങ്ങിക്കാം. എന്തായാലും അമ്മയൊന്ന് വിളിച്ചേക്കാം. എന്താടാ വിളിച്ചത്?
അമ്മേ അമ്മേ ഞാൻ ആ ചെയിൻ തിരിച്ചു കൊടുത്തു കേട്ടോ. ആ മീരയുടെ കൈ തന്നെയല്ലേ കൊടുത്തത്? അതെ, ശ്രുതിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ അവളെ ഏൽപ്പിച്ചു. അപ്പോഴേക്കും അവൾ ഇറങ്ങി വന്നു. അവളെന്തിനാ വന്നേ? നീ അവളോട് മിണ്ടിയോ? ഏയ്, സംസാരിച്ചെന്റെ മനസ്സ് മാറ്റാൻ അവള് വന്നത്. ഞാൻ അവളുടെ സൂത്രത്തിൽ വീഴുവോ? ഞാൻ എന്റെ അമ്മയുടെ മോനല്ലേ, കണക്കിന് കൊടുത്തിട്ടുണ്ട് അവൾക്ക്. അവക്കിട്ട് ഞടണം പൊട്ടിക്കാൻ നോക്കിയത്. പിന്നെ ആരെങ്കിലും കണ്ടാലോ എന്ന് വെച്ചിട്ട്. രണ്ടെണ്ണം കൊടുക്കണായിരുന്നു. നീ കിട്ടിയ അവസരം കളഞ്ഞില്ലടാ. അത് സാരമില്ലമ്മേ, ഇനിയും അവസരം കിട്ടുമല്ലോ, അപ്പൊ നോക്കാം. അവൾ എന്നോട് പറയാ, നീ നിന്റെ അമ്മയുടെ അടിമയാണ്, അമ്മ പറയുന്നത് കേട്ട് നടക്കാൻ നിനക്ക് നാണമില്ലെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, ഈ ലോകത്ത് എനിക്ക് ഏറ്റവും വലുത് എന്റെ അമ്മയാണ്, അമ്മ പറയുന്നതിനപ്പുറം ഞാൻ നടക്കില്ല എന്ന്. എന്റെ അമ്മയെ കുറിച്ച് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാ ആഴ്ചന്റെ കർണക്കുറ്റി പിടിക്കുമെന്ന് പറഞ്ഞു. നന്നായിടാ, നന്നായി. നീ എന്റെ മോൻ തന്നെയാ. നീ ആ മാല മീരയുടെ കയ്യിൽ നിന്ന് വാങ്ങി ആ കള്ളിയുടെ മുഖത്ത് വലിച്ചെറിയണായിരുന്നു. ഞാനങ്ങനെ ചെയ്തു അമ്മേ. മീരയുടെ കയ്യിൽ നിന്ന് വാങ്ങി ആ ചെയിൻ ഞാൻ അവളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. മേലാൽ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ട് ആ ചെയിനും കൈ പിടിച്ച് പൊട്ടിക്കരഞ്ഞോണ്ടാ അവള് പോയത്. അമ്മയ്ക്ക് സന്തോഷായി മോനെ. നീ പഴയ സുധിയല്ല, പെട്ടെന്ന് അങ്ങ് മാറിപ്പോയി. സാഹചര്യമാണ് അമ്മേ എന്നെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്. അമ്മേ ശരിയമ്മേ, ബാക്കി നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഞാനേ കുറച്ച് തിരക്കില്ല. ശരി. ഞാൻ പറഞ്ഞതൊക്കെ എന്റെ അമ്മ വിശ്വസിച്ചു. ഒരു മണ്ടിയായ അമ്മയെ കിട്ടിയത് എന്റെ ഭാഗ്യം. അയ്യോ, പണയം വെക്കാം. അവന്റെ മനസ്സ് മാറുന്നുണ്ട്. അധികം വൈകാതെ ശ്രുതിയെ ഡിവോഴ്സ് ചെയ്യണമെന്ന് അവൻ ഇങ്ങോട്ട് പറയാൻ സാധ്യതയുണ്ട്. സർ നമസ്കാരം. ഞാനൊരു സ്വർണം പണയം വെക്കാൻ വേണ്ടി. അവിടെ കൊടുത്തോളൂ. താങ്ക് യു സർ. സർ, എനിക്കൊന്ന് പണയം വെക്കാൻ വേണ്ടിയായിരുന്നു. തന്നോളൂ. എത്ര വേണം? അത് സർ, ഇതിന് എത്ര കിട്ടോ അത്രയും. ഞാനായിട്ട് എന്തിനു കുറയ്ക്കണം? നന്നായിട്ട് ഉറച്ചു നോക്കിയോ? നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ. ശരി സാർ. വ്യത്യസ്ത ആവശ്യത്തിന് വ്യത്യസ്ത സ്വർണ്ണ വായ്പ, അത് കൊള്ളാം. സാറേ, ഇവൻ കൊണ്ടുവന്നതേ സ്വർണ്ണമല്ല, മുക്കുണ്ടോ? മുക്കുണ്ടോ? അതെ, ഞാൻ പരിശോധിച്ചു നോക്കി, മുക്കുണ്ടം തന്നെയാ. മുക്കുണ്ടം കൊണ്ടുവന്ന് കാശ് കെട്ടാനുള്ള പരിപാടിയാ. പോലീസിനെ വിളിക്ക് സാറേ, വെറുതെ വിടരുത്. ശരി. പോലീസിനെ വിളിക്ക് സാറേ, വെറുതെ വിടരുത്. ശരി, നോക്കാം. സാറേ, ഏകദേശം എത്ര കിട്ടുമായിരിക്കും? ഒരു 1.5 കിട്ടൂലേ? പറയാം, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. ശരി.
പോലീസ് സ്റ്റേഷൻ. അമ്മേ അമ്മേ ഇങ്ങോട്ട് വാ. എന്താ സച്ചേട്ടാ? ചെരുപ്പ് ഊരിയിട്ട്. അമ്മേ അമ്മേ മക്കളെ മോളെ വാ. അമ്മ അമ്മേ ദേവു കൂടെ ഇല്ലേ? ആ അവള് മുറിയിലുണ്ട്. ദേവു എന്താ? നീ ഇറങ്ങുന്നേ. എന്റെ സച്ചേട്ടാ, ഇനിയെങ്കിലും ഒന്ന് പറ, എന്തിനാണ് നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നേ? പറയാം. ആ ചേർത്തെ നീ ഇവിടെ ഉണ്ടായിരുന്നു ചേട്ടാ. അത് നന്നായി. എന്തായാലും നിന്റെ അഭിപ്രായം കൂടെ ചോദിക്കണമല്ലോ. ആ അതും അത്യാവശ്യമാണ്. ആ ദേവു മോളിരിക്ക. നീ ഇങ്ങോട്ട് ഇരുന്നേ. ഇരിക്കും. ആ ആ ചേർത്തെ നീ നോക്കി ചെക്കൻ എങ്ങനെയുണ്ട്? എടാ നീ എന്തോന്നും മിണ്ടാത്തേ? ചെക്കൻ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, സുന്ദരനാ. ആ അമ്മേ ദേ നോക്ക്, അമ്മയ്ക്ക് ഇഷ്ടായോ? പറയമ്മേ, ഇഷ്ടായോ? നല്ല പയ്യനാ. ആ ഇനി എന്റെ ഭാര്യയോട് ചോദിക്കാം. ദേ ഈ ചെക്കൻ എങ്ങനെയുണ്ട്? ഈ ഫോട്ടോ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ വീട്ടിൽ വെച്ച് കാണിച്ചാൽ മതിയായിരുന്നല്ലോ. എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. നിന്നെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നെന്ന് ഞാൻ വഴിയേ പറയാം. ദേ നീ ഇതെങ്ങനെയുണ്ടെന്ന് പറ. എനിക്കൊട്ടും ഇഷ്ടമായിട്ടില്ല. ദേ നീ ഇതെങ്ങനെയുണ്ടെന്ന് പറ. എനിക്കൊട്ടും ഇഷ്ടമായിട്ടില്ല. അല്ലേ നിനക്ക് ആരെയാ ഇഷ്ടാവുക? ഈ എന്നെ പോലും നീ ഇഷ്ടപ്പെട്ടിട്ടല്ലോ കല്യാണം കഴിച്ചേ. നിന്നോട് ചോദിച്ചാൽ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അല്ലെങ്കിൽ തന്നെ നിന്റെ ഇഷ്ടം നോക്കിയിരുന്ന ദേവുവിന്റെ ഇഷ്ടമല്ലേ നോക്കണ്ടേ? ദേവു ഇതെങ്ങനെയുണ്ട്? ഈ ചെക്കൻ എങ്ങനെയുണ്ടെന്നാ ചോദിച്ചേ. ഞങ്ങൾക്ക് 3 പേർക്ക് ഇഷ്ടമായി. നിനക്ക് ഇഷ്ടമെങ്കിൽ പറ. ആ അമ്മേ, നിർമ്മലൻ എന്നാണ് ചെറുക്കന്റെ പേര്. പേര് പോലെ തന്നെ നിർമ്മലമായ മനസ്സുള്ളവനാ. എനിക്കിവന്റെ ഫാമിലിയെ നേരത്തെ തന്നെ അറിയാം. ഞാൻ ദേവിന്റെ കാര്യം എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാ ഈ ആലോചന കൊണ്ടുവന്നത്. ഞാൻ അവരോട് സംസാരിച്ചിരുന്നു. അവർക്ക് നല്ല താല്പര്യമുണ്ട്. ഈ ചെറുക്കൻ തമിഴ്നാട്ടിലെ വലിയ ടെക്സ്റ്റൈൽ കമ്പനിയിൽ സൂപ്പർവൈസറാ. നല്ല കുടുംബം. ദേവുവിന് ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അവരോട് ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരുന്ന കാര്യം പറയാം. ചെറുക്കനിപ്പോ നാട്ടിൽ ലീവിന് വന്നിട്ടുണ്ട്. എന്തു പറഞ്ഞാലും രണ്ടുപേരും പരസ്പരം നേരിട്ട് കാണണമല്ലോ. അതാണല്ലോ അതിന്റെ ഒരു രീതിയൊക്കെ. ഫോട്ടോ കണ്ടാ ദേവിന് ഇഷ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അവരിങ്ങോട്ട് വരുമ്പോ നീ ഇവിടെ വേണ്ട രേവതി. അതുകൊണ്ടാ നിന്നെ കൂട്ടിക്കൊണ്ടു വന്നേ. എന്തായാലും ദേവിന് ഇഷ്ടായല്ലോ. ഇത്രയും സുന്ദരനായ ഒരാളെ ആരാ ഇഷ്ടപ്പെടാതിരിക്കുക? ഞാൻ അവരെ വിളിച്ച് വരാൻ പറയട്ടെ. ഇപ്പൊ വിളിച്ചു പറഞ്ഞാ ഒരു 1.5 മണിക്കൂറിനകം അവരിവിടെ എത്തും. അല്ലേ? ഞാനേ ഇപ്പൊ തന്നെ വിളിക്കാം. വിളിക്കണ്ട സച്ചേട്ടാ. അതെന്താ, നിനക്കിഷ്ടായില്ലേ? അദ്ദേഹത്തിന് തമിഴ്നാട്ടിലല്ലേ ജോലി, എനിക്കാണെങ്കി ഇവിടെ. കല്യാണം കഴിഞ്ഞാ ഒന്നിച്ച് കഴിയണം. അതുകൊണ്ട് ഇത് ശരിയാവില്ല. അല്ല, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോയില്ലേ? ഇവിടുത്തെ ജോലിയൊക്കെ പോട്ടെന്നേ. ഇരട്ടി ശമ്പളം കിട്ടുന്ന ജോലി അവിടെ അവൻ ശരിയാക്കി തരില്ലേ? അതവൻ പറഞ്ഞായിരുന്നു.
നിന്റെ ആഗ്രഹം പോലെ തന്നെ രണ്ടുപേർക്കും ഒരുമിച്ച് അവിടെ കഴിയാം. ഇവിടുത്തെ ജോലി ഒഴിവാക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എന്തായാലും നിങ്ങളെയൊക്കെ കണ്ട് ഈ നാട്ടിൽ കഴിയുന്നതിന്റെ ഒരു സുഖം അത് വേറെ തന്നെയല്ലേ. ആ, ആ, എനിക്ക് നാട്ടിലെ ജോലിയുള്ള ഒരാൾ മതി. വാ, നിന്റെ ഡിമാൻഡ് എന്തൊക്കെയാണെന്ന് ചോദിക്കാൻ ഞാനങ്ങ് വിട്ടുപോയി. ഇപ്പൊ എന്തായാലും എനിക്ക് ഡിമാൻഡൊക്കെ മനസ്സിലായി. കുഴപ്പമില്ല, ഞാൻ നാട്ടിൽ ജോലിയുള്ള വേറെ ആരെങ്കിലും നോക്കാം. കണ്ടോ, അവളുടെ മനസ്സ് മാറുന്നുണ്ട്. അവളാ ചെകുത്താനെ മറന്നു. അതുകൊണ്ടാണല്ലോ നാട്ടിൽ നിന്ന് ജോലിയുള്ള ആള് മതി എന്ന് പറഞ്ഞേ. നിങ്ങൾ കണ്ടോ, ഇതിനേക്കാൾ നല്ലൊരു ബന്ധം ഞാൻ ദേവിന് കൊണ്ടുവരും. ഉറപ്പാ. അവളുടെ കല്യാണം പെട്ടെന്ന് തന്നെ നമുക്ക് നടത്താം. ഇദ്ദേഹമാണ് ആള്. നിങ്ങൾ കൊണ്ടുവന്നത് മുക്കുമണ്ഡമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അയ്യോ അല്ല അല്ല സർ, നിങ്ങൾ തൽക്കാലം എന്നോട് സഹകരിച്ചാൽ മതിയാവും. നടക്കില്ലെന്നോ? അപ്പോ നമ്മുടെ സ്നേഹം, ഇഷ്ടം അതൊക്കെ മറന്നേക്ക്. എന്റെ അനിയനും അനിയത്തേക്കും പിറക്കുന്ന കുഞ്ഞ് പെൺകുഞ്ഞ് തന്നെ ആയിരിക്കും. അന്നേ ഈ വീട്ടിൽ ഉത്സവമായിരിക്കും, ഉത്സവം.